അതിനുശേഷമുള്ള ലാസ്റ്റ് 3 മാസത്തിലാണ് എൻ്റെ 25,000 സബ്സ്ക്രൈബർ ഒറ്റയടിക്ക് കയറിയിട്ടുള്ളത്. ഞാൻ അവിടെ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒന്നും വിട്ടു പോകണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. നമ്മളിപ്പോൾ 27K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഈ ഫാമിലിയിൽ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയൊരു നന്ദി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റ് 29-ാം തീയതിയാണ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ആദ്യം ചെയ്ത കാര്യം കുറച്ച് ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചു. ഹസ്ബൻഡിൻ്റെ വർക്ക് പ്ലേസിലുള്ളതും എൻ്റെ ഫാമിലിയിലുള്ളതും അങ്ങനെ കുറച്ച് ആൾക്കാരെ കൂട്ടി ഒരു 30-40 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ സെറ്റാക്കി വെച്ചു, വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പ്. അതിനുശേഷമാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയത്. ഇനി എനിക്ക് പറ്റിയ ഫസ്റ്റ് അബദ്ധം ഞാൻ പറയാം. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ആരെയും നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കരുത്. അങ്ങനെ ചെയ്യിച്ചാൽ ആ ചെയ്യുന്ന ആൾക്കാർക്ക് നോക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് വെറുതെ പോവും. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് നോക്കുന്നില്ലെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് പിന്നെ മുമ്പോട്ട് പ്രൊമോട്ട് ചെയ്യൂല. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ഫസ്റ്റ് ശ്രദ്ധിക്കണം. ആരെ കൊണ്ട് നിർബന്ധിച്ച് ഫോളോ ചെയ്യിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യിക്കരുത്. എന്തായാലും അത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയില്ലേ, അത് കരുതി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ ഞാൻ ഷോർട്സ് ആണ് ആദ്യം ഇട്ട് തുടങ്ങിയത്. ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഞാൻ ചെയ്ത കാര്യം ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ ടൈപ്പ് ഷോർട്സും ഇട്ടു. കുക്കിംഗ് ആയാലും ആർട്സ് ആയാലും ക്രാഫ്റ്റ്, പിന്നെ നമ്മൾ റീൽസ് ഉണ്ടല്ലോ, പണ്ടത്തെ ടിക്ടോക്കിലെ റീൽസ്, അതൊക്കെ ഞാൻ ഇടാൻ തുടങ്ങി. എല്ലാം കൂടി മിക്സ് ആയിട്ടായിരുന്നു ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇടുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഷോർട്സ് ആണ് ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ, വ്യൂസ് കൂടുന്നുണ്ടോ, അങ്ങനെയെല്ലാം നമുക്ക് അതിൽ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളും ആദ്യം അതുപോലെ ചെയ്ത് നോക്കുക. എല്ലാ ടൈപ്സ് വീഡിയോയും ഇട്ട് നോക്കുക. അതിനുശേഷം നമുക്ക് മനസ്സിലാവുമല്ലോ ഏതാ നമ്മൾ തുടർന്ന് ചെയ്യേണ്ടതെന്ന്. നമുക്ക് എന്തായാലും മെയിനായിട്ടുള്ള നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം നോക്കാണ്ട് മറ്റുള്ളവർക്ക് കാണാൻ എന്താണോ ഇഷ്ടം അത് നമ്മൾ ഫോളോ ചെയ്യുക. ആ ഒരു ടൈപ്പ് വീഡിയോസ് നമ്മൾ പിന്നെയും കൺസിസ്റ്റൻ്റ് ആയി ഇടാൻ വേണ്ടി തുടങ്ങണം. പിന്നെ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ റീച്ച് കിട്ടാനും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും വേണ്ടി കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടുക, കൺസിസ്റ്റൻ്റ് ആയി വീഡിയോ ഇടുക. അതായത് ഒരു ദിവസം ഞാൻ ആദ്യം ചെയ്തത് ഡെയിലി ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തൊന്നും അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടിയിട്ടില്ലായിരുന്നു. ഡെയിലി ഇട്ടുകൊണ്ടിരുന്നു, ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോസിൻ്റെ എണ്ണം കൂട്ടി, പിന്നെ ഡെയിലി 2 വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ എണ്ണം കൂട്ടി വരുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ആ ഒരു രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയി ഇട്ടുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ചാനൽസിനെയും അങ്ങോട്ട് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമ്മൾ ഓൾറെഡി അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ചും നമുക്ക് എന്തായാലും സബ്സ്ക്രൈബ് കിട്ടുമല്ലോ. അത് കരുതി ഞാൻ എല്ലാവരെയും കാണുന്നവരെ മൊത്തം, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ റീൽസാണ് കൂടുതലായി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ നോട്ടിഫിക്കേഷനൊക്കെ റീൽസിൻ്റെ ആയിരിക്കും വരുന്നത്. പിന്നെ എനിക്ക് അടുത്ത റീൽസ് ചെയ്യാൻ വേണ്ടി കാണുന്നതും കൂടുതൽ ആ ഒരു ടൈപ്പ് അക്കൗണ്ട്സ് ആയിരിക്കും കൂടുതലായി കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ട്സിനെല്ലാം ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവരൊക്കെ തിരിച്ചും സബ്സ്ക്രൈബ് ചിലവരൊക്കെ ചെയ്തിട്ടുണ്ട്, ചിലവർ ചെയ്യൂല. അത് പിന്നെ കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക, നമ്മൾ അങ്ങോട്ട് പണിയെടുക്കുക, അതിൻ്റെ ഫലം എന്തായാലും നമുക്ക് കിട്ടും. ആ ഒരു രീതിയിൽ ഞാൻ അങ്ങോട്ട് എല്ലാവരെയും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി തുടങ്ങി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് അവർക്ക് കറക്റ്റ് മനസ്സിലാവണമെന്നില്ല. അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരാളുടെ ഒരു വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുക, അവരുടെ അക്കൗണ്ടിൽ കയറി 1-2 വീഡിയോസ് കാണും, പിന്നെ അതിന് ലൈക്കും കമൻറ്റും ചെയ്യും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എൻ്റെ ചാനലിൽ വേറൊരാൾ എൻ്റെ 2-3 കമൻറ്റ്സ് കാണുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അവരെ ശ്രദ്ധിക്കും. അവർക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവരെ സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് ചെയ്യുന്ന പോലെ അവർ തിരിച്ചും നമുക്ക് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വീഡിയോസ് കാണുന്നതിൽ പോയി 2-3 എണ്ണത്തിൽ കമൻറ്റ് ഇടുക. അവരെന്തായാലും ഉറപ്പായിട്ടും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. എനിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട്സിൽ ഇതുപോലെ വന്ന് കമൻറ്റ് ചെയ്യുന്നവർ ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ട് തിരിച്ച് അക്കൗണ്ടിൽ സബ്സ്ക്രൈബും ചെയ്യാറുണ്ട്, അവർക്കും കമൻറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പം നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ തുടക്കത്തിൽ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്ന് അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ കുറേ റിലേറ്റഡ് വീഡിയോസ്, അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ കാണും. ഞാനും അതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ട ഒരു വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെയുണ്ട്, അങ്ങനെ പറഞ്ഞില്ല, ആ ഒരു ടൈപ്പ് ഓഫ് കമൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ കമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കമൻസിൽ ഞാൻ അതുപോലെ കമൻറ്റ് ഇട്ടിട്ടില്ല, പക്ഷെ ആ ഒരു കമൻറ്റിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു ടൈപ്പ് നമ്മൾ എന്തായാലും ഫസ്റ്റ് ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ ഞാനും 2 വീഡിയോസിൽ അങ്ങനെ താഴെ 2 കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഒരാൾ എന്നെ തിരിച്ച് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, ഒരാൾ എന്നെ തിരിച്ച് ചെയ്തിട്ടില്ല. അത് അവരുടെ ഇഷ്ടം, ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പക്ഷെ അതിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇതുപോലെ ഒരുമിച്ച് മുന്നേറാന്നുള്ള ആ ഒരു കമന്റ് ഇടുന്ന സമയത്ത് യൂട്യൂബിൽ നമ്മളെ ഫുൾ ആക്സസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കമന്റ് ഇടുന്നു എന്നെല്ലാം യൂട്യൂബിന് അറിയാം. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം യൂട്യൂബ് തന്നെ ഫുള്ള് വെട്ടിക്കളയും. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര കൂടിയോ അത്രയും എണ്ണം കറക്റ്റ് കുറയുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യരുത്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരുമിച്ച് മുന്നേറാം, പിന്നെ സബ്സ്ക്രൈബ് ടു സബ്സ്ക്രൈബ്, അങ്ങനത്തെ ഒക്കെ കമന്റ്സ്, അതായത് നമ്മൾ ചെയ്താലും നമ്മളെ തിരിച്ച് ചെയ്യുന്നില്ല, ആ ഒരു രീതി നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ കമന്റ് ഇടണമെന്നാണെങ്കിൽ ഒരു ഹാർട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും മാത്രം ഇടുക. ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തോ, നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കമന്റ് കണ്ടാൽ അവരെ തിരിച്ച് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് താഴെ കമന്റ് വരുമോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയൊന്നും വേണ്ട, അല്ലാണ്ട് എല്ലാവരും പരസ്പരം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂട്ടത്തിൽ എന്നെയും സബ്സ്ക്രൈബ് ചെയ്യണം, ആദ്യമായിട്ട് കാണുന്നവരെ. പിന്നെ ഇതുപോലെ തുടക്കകാലത്ത് ഞാൻ കണ്ട വേറൊരു വീഡിയോ ആണ്, ഇതുപോലെ റെഫറൻസ് വീഡിയോ ഉണ്ടല്ലോ, അങ്ങനെ ഒരു വീഡിയോയിലാണ് 1 മണിക്കൂറിൽ 1000 സബ്സ്ക്രൈബർ, 4 മണിക്കൂറിൽ 4000 സബ്സ്ക്രൈബർ, അങ്ങനെയൊക്കെ വന്ന് കുറേ തംബ്നെയിൽസ് ഒക്കെ കണ്ട് നമ്മൾ അതൊക്കെ ഫുള്ള് പോയി നോക്കുമായിരുന്നു. ഞാൻ അതുപോലെ കുറേ നോക്കിയിട്ടുണ്ട് വീഡിയോസ്. അതിൽ പറയുന്നത് നമ്മുടെ ഒരു ഷോർട്സ്, അതായത് നമ്മൾ കുറച്ചെങ്കിലും ഒരു റീച്ചുള്ള ഒരു ഷോർട്സ് കൊണ്ടുപോയി ഗൂഗിൾ ക്രോം ബീറ്റ അതിൽ കൊണ്ടുപോയി അതിൽ ആ ഷോർട്സിൻ്റെ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ ഗ്രൂപ്പ്സിലേക്ക് പോയി അതിൽ നിന്ന് ആൾക്കാർ നോക്കും, അതിൽ നിന്ന് നമുക്ക് കുറേ സബ്സ്ക്രൈബർ കിട്ടും. അതോ കാരണം 1 മണിക്കൂർ കൊണ്ട് 1000 സബ്സ്ക്രൈബറൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യ കാലത്തല്ലേ, ഞാനും അതുപോലെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒരു സബ്സ്ക്രൈബറും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു രീതിയിൽ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് കൂടിയിട്ടില്ല. എനിക്കറിയാവുന്ന വേറൊരു യൂട്യൂബറുണ്ട്, അവർക്കും ഇതുപോലെ വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. എനിക്ക് ആ ഒരു കാര്യം വർക്കായിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഇനി അതുപോലെ ആർക്കെങ്കിലും വർക്കായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പലരും ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പബ്ലിക്കാക്കി വെക്കുക. അതായത് ഞാനിപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷൻ പബ്ലിക്കായി വെക്കുന്നതാണെങ്കിൽ മറ്റൊരാൾക്ക് എൻ്റെ അക്കൗണ്ട് നോക്കിയാൽ ഞാൻ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നു, ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുക, അവരെന്നെ തിരിച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അഥവാ അവരെ തിരിച്ച് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി പോയി അവരെ കമൻറ്റിൽ പോയി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. അപ്പോൾ പിന്നെ അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നെയും നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുക്കുക. YT സ്റ്റുഡിയോ അല്ല, യൂട്യൂബ് ചാനൽ എടുക്കുക. നമ്മുടെ അക്കൗണ്ട് എടുത്തിട്ട് അതിൽ എഡിറ്റ് ചാനൽ കൊടുക്കുക. എഡിറ്റ് ചാനൽ കൊടുക്കുന്ന സമയത്ത് അതിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് വരും. അതിൻ്റെ അടിയിലായിട്ട് പ്രൈവസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കീപ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ്, അത് നിങ്ങളുടെ എനേബിൾ ആണെങ്കിൽ അത് ഡിസേബിൾ ആക്കുക. പബ്ലിക് ആക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ തിരിച്ച് ചെയ്യാന്നുള്ള ആ ഒരു ചിന്ത വരും. അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ പോയി നിങ്ങളത് ചേഞ്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ, അതായത് മറ്റുള്ളവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുകയും അവർക്ക് കമൻറ്റ് ഇടുകയും ചെയ്യുമ്പോൾ അവർ നമ്മൾ തിരിച്ച് ചെയ്യും. പിന്നെ പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ചൊന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി വരും. ഇത്രയും ചെയ്തപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു 400 റേഞ്ചിൽ സബ്സ്ക്രൈബേഴ്സ് വന്നു. അതിൻ്റെ 99ാമത്തെ വീഡിയോ വരെ അത്രയായിരുന്നു. പക്ഷെ എൻ്റെ 100ാമത്തെ വീഡിയോ വൈറലായി എന്ന് വെച്ചാൽ അതുവരെ കുറച്ചൊരു 10-50K ആ ഒരു റേഞ്ചിലുള്ള സാധനം 600K എത്തി. ആ 600K എത്തിയപ്പം എൻ്റെ സബ്സ്ക്രിപ്ഷൻ 470 തോന്നുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് എൻ്റെത് 1000 ആയി. ഒറ്റ വീഡിയോ കൊണ്ട് 600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. 700 ആണെന്ന് തോന്നുന്നു, അത്രയും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓൾറെഡി 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടി. അത്ര നാളും ഞാൻ കണ്ടിന്യൂ ആയി കൺസിസ്റ്റൻ്റ് ആയി വീഡിയോ ഇട്ടുകൊണ്ടാണ് കേട്ടോ ആ ഒരു റീച്ച് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അതുപോലെ കണ്ടിന്യൂ ആയി വീഡിയോ ഇട്ടോളുക. ആ ഒരു റീച്ചിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മെല്ലെ കയറിയാലും മതി, അതിൽ കൂടെ നമുക്ക് സബ്സ്ക്രൈബർ കിട്ടും. അപ്പോൾ പെട്ടെന്നൊരു റീച്ച് വന്നാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നായിരിക്കും കൂടാൻ പോകുന്നത്. ആ ഒരു വീഡിയോക്ക് ശേഷം പിന്നെ എൻ്റെ ഒരു 30K ആണെങ്കിൽ 30 സബ്സ്ക്രൈബർ കൂടും, 40K വീഡിയോ ആണെങ്കിൽ 40 സബ്സ്ക്രൈബർ കൂടും. ആ ഒരു റേഞ്ചിൽ പിന്നെ എൻ്റെ വീഡിയോസ് കയറാൻ തുടങ്ങി. അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ വേണ്ടി തുടങ്ങി. സാധാരണ എല്ലാവരും പറയില്ലേ 1000 സബ്സ്ക്രൈബർ ആവാനാ പണി, അതിന് ശേഷമുള്ളത് നമ്മൾ അറിയോ പോലുമില്ല, പെട്ടെന്ന് തീരുന്നു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഒരു ജേണി. ആദ്യത്തെ 1000 ആവുന്നത്
എനിക്ക് തോന്നുന്നൊരു 2-3 മാസം എടുത്ത് കാണും. അതിനുശേഷമുള്ള ലാസ്റ്റ് 3 മാസത്തിലാണ് എൻ്റെ 25,000 സബ്സ്ക്രൈബർ ഒറ്റയടിക്ക് കയറിയിട്ടുള്ളത്. ആ ഒരു ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ അതും ഇതുപോലെ തന്നെ കൺസിസ്റ്റൻ്റായി വീഡിയോ ഇട്ടു. ഞാനിപ്പോൾ ഡെയിലി ഒരു 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ആണെങ്കിൽ ഡെയിലി 4ഉം 5ഉം വീഡിയോസ് ഇടാൻ വേണ്ടി തുടങ്ങി. ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഇടണം. അല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് ഗ്യാപ്പ് വന്നാൽ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാം കുറഞ്ഞുകൊണ്ട് പോകും, റീച്ചും കുറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ അധികം നാൾ ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ ചാനലും കയറും, സബ്സ്ക്രൈബേഴ്സും കയറും. പിന്നെ ചിലവരുടെ, അതായത് തുടക്കക്കാരുടെ ചില വീഡിയോസിൽ ഷോർട്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് #ടാഗ് ഇട്ടിട്ട് സബ്സ്ക്രൈബ്, ലൈക്ക് അങ്ങനെയൊക്കെ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് #ടാഗ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വൈറൽ ഷോർട്സ് എന്നോ ഷോർട്ട് സ്പീഡ് എന്നോ ട്രെൻഡിങ് ഷോർട്ട് എന്നോ അങ്ങനെയൊക്കെ ഇട്ടാൽ നമ്മുടെ കുറച്ചെങ്കിലും കയറുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ സബ്സ്ക്രൈബർ അത് കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യൂല. അല്ലാണ്ട് നമ്മുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. അല്ലാണ്ട് #ടാഗ് കണ്ടിട്ടൊന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ ഒരു #ടാഗ് നിങ്ങൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. അതിന് പകരം വല്ല ട്രെൻഡിങ് എന്നോ വൈറൽ വീഡിയോ എന്നോ അങ്ങനെയൊക്കെ ഇട്ട് നോക്ക്. ചിലപ്പോൾ നിങ്ങളുടെ കയറും. ആ ഒരു കയറുന്ന അത്രയും വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ എല്ലാ ടൈപ്സ് വീഡിയോയും ഇടാൻ വേണ്ടി ശ്രമിക്കണമെന്ന്. ആ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാവില്ലേ ഏതാ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന്. ആ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് അതിൻ്റെ ഒരു നാക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ കൂടുതലായിട്ട് അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പം നിങ്ങൾ അതുപോലെ എല്ലാവരും ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം പറയാം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം. ചിലവരുണ്ട് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അവരെ നമുക്ക് ഒന്നും കൂടി ഓർപ്പിക്കാൻ വേണ്ടി നമ്മൾ ലോങ് വീഡിയോസിലായാലും അല്ലാണ്ട് ഷോർട്സിലാണെങ്കിലും ഓൺ വോയിസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെ ഓൺ വോയിസ് അല്ലെങ്കിലും നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബിൻ്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് കാണുമ്പോൾ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അങ്ങനെ ഒരു തോന്നൽ വരും. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ റീച്ച് ആക്കാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒന്നും വിട്ടു പോകണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ലക്ക് പോലെയോ അങ്ങനെയൊക്കെ ഇരിക്കും. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കുറച്ചൊന്ന് സബ്സ്ക്രൈബേഴ്സ് കുറയാൻ തുടങ്ങും. കാരണം എൻ്റെ മോണിറ്റൈസ് ആയിട്ടുണ്ട്, പൈസ ഒന്നും കിട്ടിയിട്ടില്ല, മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പം ഇനി യൂട്യൂബ് തന്നെ കുറച്ചൊന്ന് ബാക്കോട്ട് വലിക്കും നമ്മളെ. അതുകൊണ്ട് ഇനിയുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും നാളും കുറച്ചൊന്ന് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എന്ന് പറയാം നന്നായിട്ട് എൻ്റെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അന്നേ ഞാൻ പറയണമെന്നില്ല, ആ ഒരു ഇതിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കൂടട്ടെ പറയാനുള്ള ഒരു ഇത് വേണ്ടേ. ഇപ്പം എനിക്ക് പറയാം 25K ആയി, ആ ഒരു രീതിയിൽ അത്ര എത്തട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാ. പിന്നെ കുറച്ച് ഇനി ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പറയുക. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. ബൈ.